പീക്ക് ലെവൽ സാധനം മറ്റേ സംഭവം. അതിൻ്റെ ഷോർട്ട് ഫിലിം കണ്ട് അവർ ഇപ്പം ആ ഷോർട്ട് ഫിലിം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇൻ്റർമിഷൻ. ബാക്കി ഒരു കിട്ടുക്കാച്ച സാധനം, ഒരു രക്ഷയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കാരണം ഒരു ഷോർട്ട് ഫിലിം ലെവൽ മാത്രമാണ് പ്രതീക്ഷ വന്നത്. ഇതിപ്പോൾ കിടുക്കാച്ചിരിക്കുന്നത്. ഇവർ ഇതിൻ്റെ അടുത്ത പാട്ടിനാണ് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. ഇത് എനിക്കൊന്നും പറയല്ല ബ്രോ. ഒരു 2.5 മണിക്കൂർ എന്താ പടമുള്ളൂ. 2.5 മണിക്കൂർ ഫുള്ളായിട്ട് എൻഗേജ് ചെയ്തിരുന്നു, സൂപ്പറായിട്ടിരുന്ന് കണ്ടു കയറുക. മൂവി വലിയ കുഴപ്പമില്ല, ക്ലൈമാക്സും വലിയ കുഴപ്പമില്ല. എങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ല പടത്തിന്. നല്ല പടം ചേട്ടാ, അവന് വയ്യ. നല്ല പടം, അവന് വയ്യ. കിടിലം സൂപ്പർ പടം, സൂപ്പർ ടൈം ലൂപ്പ്, നല്ല പടം. അടിപൊളി. കുഴപ്പമില്ല, തരക്കേടില്ല, കണ്ടോണ്ടിരിക്കാം. ഒരു മേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? കറക്റ്റായിട്ടൊന്നും മനസ്സിലാവത്തില്ല. അഭിനയം കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? എല്ലാ അഭിനയം ഒക്കെ എങ്ങനെയുണ്ട്? പടം കൊള്ളാം, നല്ല പടമാണ്. അതായത് മലയാളത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു എക്സിക്യൂഷൻ അധികം കണ്ടിട്ടില്ല. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ഭയങ്കര പവറുള്ള സ്ക്രിപ്റ്റാണ്, ഉഗ്ര സ്ക്രിപ്റ്റാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ മലയാളത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം കണ്ടിട്ടില്ല. ഒരു ഡിഫറെൻ്റ് അറ്റംപ്റ്റ് തന്നെയാണ്. ഹോളിവുഡിലും അതുപോലെ തന്നെ വേറെ ഭാഷകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു സബ്ജക്റ്റാണ്. അതൊരു ടൈം ലൂപ്പ്, അതുപോലെ ടൈം ലൂപ്പ് അഡ്വഞ്ചർ എന്നൊക്കെ പറയില്ല, ആ ഒരു ജോണറിലുള്ള ഒരു സാധനമാണ്. പിന്നെ തോന്നിയൊരു കാര്യം, ലീഡ് ക്യാരക്ടേഴ്സ് കുറച്ചും കൂടെ സ്റ്റാർ വാല്യൂ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ഈ പടം അന്യായ ലെവലിൽ പോകുമായിരുന്നെന്ന് തോന്നുന്നു. പടം നൈസാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ക്രിപ്റ്റ് തന്നെയാണ്, ഒരു ഉഗ്ര സ്ക്രിപ്റ്റാണ് എന്തായാലും എഴുതി വെച്ചേക്കുന്നത്. അത് അവർ നന്നായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഡിഫറെൻ്റ് അറ്റംപ്റ്റ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടെ സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടേഴ്സ് ആണെങ്കിൽ ഇത് അന്യായ ലെവലിൽ പോവേണ്ട ഒരു സാധനം തന്നെയാണ്. നല്ല പടം.